വീൽ ചെയറിലായിരുന്നു. മുമ്പുണ്ടായിരുന്ന ഒരു ആക്സിഡൻറ്റിൽ അവളെ കാലുകൾ തളർന്നു പോയിരുന്നു. അങ്ങനെ വീട്ടുകാരുടെ സഹായത്തോടെയായിരുന്നു അവൾ വന്നത്. തനിച്ചെവിടെയും പോയിക്കൂടാ. അത് കണ്ടപ്പോഴായിരുന്നു അവൻ്റെ കണ്ണു നിറഞ്ഞു. ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെയാണോ ഞാൻ ഇത്ര നാൾ കാണാതെ സംസാരിച്ചത്, അടുത്തത്, പ്രണയിച്ചത് എന്നുള്ളത്. പക്ഷേ അവൻ്റെ ഇഷ്ടം അങ്ങനെ മാഞ്ഞില്ല. അവൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ സിനിമയിൽ ചിലപ്പം കണ്ടിട്ടുണ്ടാവും, റിയൽ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല. അവൾ അടുത്ത് പോയിട്ട് അവനൊരു കാര്യം പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ നിന്നെ വിടമാട്ടെ മോളെ എന്നുള്ളത്. അത് പറഞ്ഞപ്പോഴേക്ക് രണ്ടുപേരുടെ കണ്ണുകൾ നിറഞ്ഞു. അവളെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ബ്രദേഴ്സിൻ്റെയും കണ്ണൊക്കെ നിറഞ്ഞു. പല ആലോചനകളും വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഇവളെ സ്വീകരിക്കുന്ന ആരെയും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ആ കല്യാണ ആലോചനകൾ ഒരുപാട് നീണ്ടു പോയി. ഏതായാലും അവളുടെ സ്വപ്നങ്ങളെ ചിറക് വെക്കാൻ, സ്വപ്നങ്ങൾക്ക് ചിറക് പകരാൻ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അവളുടെ ലോകത്ത് ഒരാൾ വന്നു. അല്ലെങ്കിൽ ചില നിമിഷങ്ങൾ അങ്ങനെയാണ്, ചില സ്നേഹങ്ങൾ, ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. കണ്ടു കഴിഞ്ഞാൽ സ്നേഹം കൂടും, കാണാത്തതിനേക്കാൾ അപ്പുറമാവുന്നൊക്കെ പറയും അല്ലേ. അവളുടെ കുറവുകൾ അവനക്കൊരു കുറവേ ആയിരുന്നില്ല. അങ്ങനെ അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. ഒരുപാട് ആലോചനകൾ വന്ന് മടങ്ങി. പക്ഷേ അവസാനം ഇതാ, ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരാൾ അവളുടെ ജീവിതയാത്രയിലേക്ക് കൈപിടിച്ച് കൂട്ടുകയാണ്. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്, ഉള്ളിൽ പതിഞ്ഞാൽ മായ്ച്ചിടാൻ പറ്റില്ല. അപ്പോൾ അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. സൈനിങ് ഓഫ്, ഷാവോയിസ്. കേട്ടിരുന്നതിൽ കണ്ടിരുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു.